നമുക്ക് നല്ല 8-ന്റെ പണി കിട്ടി. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഇല്ല. വന്ന ബസ് പോകുന്നു. ബസ് ടിക്കറ്റ് കിട്ടി സിംഗിള്. ഇവിടെ ഒരു വലിയ കവാടം കാണാം. പാലത്തിലെ തിരക്കുണ്ടോ നിങ്ങൾ? നമ്മുടെ ബംഗ്ലാദേശിലെ 3ാമത്തെ ദിവസമാണ്. ധാക്കയിൽ നമ്മൾ 2 ദിവസം നിന്നു. ഇന്ന് നമ്മൾ ബംഗ്ലാദേശിൻ്റെ കിഴക്കൻ ഭാഗമായ ഷില്ലറ്റിലേക്ക് പോവാണ്. ട്രെയിനാട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. സമയം കറക്റ്റ് 5 മണിയായിട്ടുള്ള 6:30-ക്ക് ഒരു ട്രെയിനുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 10-13 കിലോമീറ്റർ പോകണം റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയാണ്. ഇതുവരെ നേരം വെളുത്തിട്ടില്ല. രാവിലെ ആൾക്കാരൊക്കെ നടക്കാൻ ഇറങ്ങിയേക്കുന്ന ടൈമാട്ടോ. ഞാൻ തൽക്കാലം ഇവിടുന്ന് ഒരു ഊബറോ ഓലെ എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടായിരിക്കും പോവുക. കാരണം നമുക്ക് ടൈമില്ല. ബസ്സിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര വണ്ടി മാറി കയറണമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് കണ്ടോ, അത്യാവശ്യം തിരക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ തുറന്നിട്ടില്ല കേട്ടോ. രാവിലെ നല്ല തിരക്കാണ്. കഴിഞ്ഞ ദിവസം വന്ന് ടിക്കറ്റ് എടുക്കേണ്ടായിരുന്നു. അടിപൊളി തിരക്കാണ്. നമുക്ക് നല്ല 8-ന്റെ പണി കിട്ടി. ഇവിടുത്തെ ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യമൊന്നും നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നാൽ കിട്ടുമെന്നാണ്. പക്ഷേ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഇല്ല. ഇവിടെ ബംഗ്ലാദേശിലെ പറ്റി ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. ആദ്യം അത് നിർത്തണം. ഞാനൊരു പോലീസുകാരനോട് പോയി ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ടിക്കറ്റിൻ്റെ ക്യൂ കണ്ടപ്പോൾ ഇതുവരെ തുറന്നിട്ടില്ല. 6:30-ക്കാണ് ട്രെയിന്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് ഫുള്ളാണ്. അഡ്വാൻസ് ടിക്കറ്റ് ഉള്ളവരെങ്ങാണ്ടാണ് ക്യൂ നിൽക്കുന്നത്. അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ക്യൂ നിൽക്കണ്ട, ട്രെയിനിൽ നിന്ന് പോകേണ്ട ഒരു നല്ല തിരക്കാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയാണെന്ന് പറഞ്ഞു. മൂപ്പര് എന്നെ വിളിച്ചില്ല. എന്നെ രണ്ടാമത് വിളിച്ചു. ഞാൻ പോകുന്നു. വിളിച്ചിട്ട് പറഞ്ഞു മൂപ്പര് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ബസ്സുകളുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഷില്ലറ്റിലേക്ക് ബസ് കിട്ടും. പൈസ കുറച്ച് കൂടും. ട്രെയിൻ ഏകദേശം 350 ടാക്ക, ലോക്കലിന് 350 ടാക്ക തൊട്ട്. ഞാൻ ലോക്കൽ ട്രെയിൻ ആണെന്നൊക്കെ വെച്ചിട്ടാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് രാവിലെ ഉള്ളതൊരു ഇൻ്റർസിറ്റിയാണ്. ഇൻ്റർസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലോക്കൽ ടൈപ്പ് കിട്ടത്തുമില്ല. അപ്പോൾ പിന്നെ അതിൽ പോയിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ബസ്സുണ്ട്, ബസ്സിന് കയറി പോയിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഓപ്ഷൻ ഇതേ ഉള്ളൂ, ബസ്. അപ്പോൾ അതിനും പോയി നമുക്കൊരു ചായ കുടിച്ചിട്ട് മെല്ലെ പോയാൽ മതി. രാവിലെ ഇവിടുന്ന് ബസ്സുണ്ട്. തൽക്കാലം നമുക്ക് അങ്ങോട്ട് ബസ്സിനാക്കാം. തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാം. അതാണ് നല്ലത്. നമുക്കിത് ഇവിടെ ഉള്ളവരെ ഉണ്ടാക്കി തന്നൊരു പ്ലാനാണ്. ഷില്ലറ്റിൽ പോകാൻ ഒന്നെങ്കിൽ ട്രെയിനാണെങ്കിൽ കമലാപൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് വരേണ്ടത്. ഇതിപ്പോൾ ഉള്ളത് നമ്മൾ കമലാപൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതാണ് ധാക്കയിലെ ഏറ്റവും മെയിൻ റെയിൽവേ സ്റ്റേഷന്. ഇനിയിപ്പോൾ ബസ്സിന് പോകണമെങ്കിൽ സൈദാബാദ് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ചെറിയ പൈസ കിട്ടും. ഇവിടെ ഉള്ളതെല്ലാം AC സീറ്ററും അങ്ങനത്തെ പുഷ്പാക്ക് സീറ്റർ അങ്ങനത്തെ ബസ്സുകളാണ്. ഇതിനൊക്കെ എന്തായാലും ഒരു 1000 ടാക്കയെങ്കിലും വരും. ഞാനിപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ബസ്സിനൊക്കെ 1000 ടാക്ക പ്രൈസ് വരുന്നത്. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കാര്യം ആലോചിച്ചത്. ഇതെടുത്ത് നോക്കിയപ്പോൾ സൈദാബാദ് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് ബസ് കിട്ടും ഷില്ലറ്റിലേക്ക്. അപ്പോൾ ഞാൻ അതൊന്ന് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റിക്ഷ വല്ലതും എടുത്തിട്ട് സൈദാബാദ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമുക്ക് ബസ്സിന് പോകാം. അതാണ് നല്ലത്. ഇവിടുത്തെ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമുക്ക് അവസരം കിട്ടിയിട്ടോ. സൈദാബാദിന് നമ്മളിവിടുന്ന് കയറി താഴെ തന്നെ ഇരിക്കുന്നത്. ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. ഇതിവിടുത്തെ ഗവൺമെൻറ് ബസ്സാട്ടോ. അപ്പോൾ നമ്മളിത് വന്ന ബസ് പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് എവിടെയോ കേട്ടോ ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡ് കണ്ടുപിടിക്കും. ലോക്കൽ ബസ്സൊന്നും ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറില്ല. അപ്പോൾ വേറൊരു ഡബിൾ ഡെക്കർ പോകുന്നുണ്ടോ. രാവിലെ ആൾക്കാരൊക്കെ തീരെ കമ്മിയാണ്. ഇവിടെ പുറത്തൊക്കെ പ്രൈവറ്റ് ബസ്സുകൾ കിടക്കുന്ന കാണാം. അതിൻ്റെ ഓഫീസ് കാര്യങ്ങളുണ്ട്. അവരെല്ലാം ചോദിച്ചു എങ്ങോട്ടാന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് പോയിട്ട് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ടീമിനെ വിളിച്ചു കേട്ടോ. അവരോട് ചോദിച്ചു നോർമലി ഇവരെനിക്കൊരു ബസ്സിൻ്റെ കമ്പനീൻ്റെ പേര് പറഞ്ഞു. ഒരു യൂണീക്ക് ബസ് കൗണ്ടർ അവിടെ പോയിട്ട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ബസ് ടിക്കറ്റ് കിട്ടി. 570 ടക്കയാണ് വന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ബസ് കേട്ടോ. ഏകദേശം ഒരു 6-7 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. നമുക്ക് ലഗേജ് വണ്ടിക്ക് അകത്ത് വെക്കാം. ഒരു ടാഗൊക്കെ തരുന്നുണ്ട്. SYHLET. അപ്പോൾ ഇത് കാണിച്ചാലേ നമുക്ക് ബാഗ് തിരിച്ചു തരുള്ളൂ.
ഒരു 2-3 പേജുള്ള ചെറിയൊരു ബുക്ക്ലെറ്റ് പോലത്തെ സാധനമാണ് ടിക്കറ്റ്. നമുക്ക് വേണമെങ്കിൽ ഏത് സീറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വിൻഡോ സീറ്റാണ് എടുത്തത്. AC ഇല്ലെങ്കിലും ഫാനുണ്ട്, പിന്നെ പുഷ് ബാക്കാണ്. അതേപോലെ കാലൊക്കെ പൊക്കി വെക്കാൻ ഇവിടെ സൗകര്യമുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇങ്ങനെ കാലൊക്കെ പൊക്കി വെച്ച് നമുക്ക് എന്തായാലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. 7 മണിക്കാണ് ഇപ്പോൾ ഇവിടുന്ന് ബസ്. യൂണീക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അവർ പറഞ്ഞു തന്നെയാണ് നല്ല റിവ്യൂ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഏകദേശം 250 കിലോമീറ്ററാണുള്ളത്. എന്തായാലും റോഡ് നല്ല ഹൈവേ ആണ്. ഞാൻ കിടന്ന് നല്ലൊരു ഉറങ്ങാൻ പോവുകയാണ്. നല്ല രാത്രി കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കിടന്നപ്പോൾ ലേറ്റായി. രാവിലെ എണീറ്റ് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു ഉറങ്ങട്ടെ. അപ്പോൾ സമയം 9:30 കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് ഒരു വലിയൊരു ഹോട്ടലിന് മുമ്പിൽ കൊണ്ട് നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ നല്ല ഉറക്കം കേട്ടോ. പിന്നെ കൂടുതലും കൃഷി സ്ഥലങ്ങൾ, ട്രെയിനൊക്കെ വരുമ്പോൾ കണ്ട പോലത്തെ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാമാണ് ഈ വഴിക്കുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടൗണിൽ വരുമ്പോൾ മാർക്കറ്റ് ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കിയൊക്കെ ഹൈവേ ആണ്. ടൗണിൽ വരുമ്പോൾ മാത്രം നല്ലപോലെ ബ്ലോക്ക് ഉണ്ട്, അത്രേ ഉള്ളൂ. ഉറങ്ങാൻ നല്ല സുഖമുണ്ട്, നല്ല പുഷ് ബാക്ക്, നല്ല സീറ്റാണ്. വണ്ടിയിൽ വലിയ കുലുക്കമൊന്നും അറിയുന്നൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയൊന്നുമില്ല കേട്ടോ. ഏതായാലും ഉച്ചയ്ക്കോ അല്ല രാത്രിയൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും 1-2 നേരമൊക്കെ കഴിച്ചാലായി. അങ്ങനെ ഇപ്പോൾ രാവിലെ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കോഫി പറഞ്ഞു. കോഫി നമുക്ക് ലൈറ്റായിട്ട് വേറെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ പിസ്സയൊക്കെ ഉണ്ട്. ഞാൻ ഒരു കഷ്ണം കേക്ക് എടുത്തു. സാധാ കേക്കോ? ക്യാൻ ഐ മേക്ക് വീഡിയോ? പുള്ളിക്കാരൻ നമ്മുടെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പുള്ളിക്കാരൻ നമ്മുടെ സീറ്റിൻ്റെ അടുത്തിരിക്കുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇന്ത്യയിൽ നിന്നാണെന്ന് മനസ്സിലായി. ഇടയ്ക്ക് ടിക്കറ്റ് നോക്കാൻ ആൾ വന്നായിരുന്നു. അപ്പോൾ എന്താ ചോദിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ മൂപ്പരാണ് ഇംഗ്ലീഷിൽ പറഞ്ഞു തന്നെ. മൂപ്പര് ചോദിച്ചു ഷില്ലറ്റിലേക്ക് പോകുമ്പോൾ അവിടെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പമാണ്, അല്ലെങ്കിൽ പൈസ ഇനിയോണ്ട് പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ധാക്കയിൽ നിന്ന പോലല്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ള് ഇവരുടെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കൊന്നും വണ്ടികളുണ്ടാവില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടാൻ ചാൻസ് ഉണ്ട്. ധാക്ക നമുക്ക് വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഷില്ലറ്റിൽ എന്തായാലും റൂം കിട്ടും, റൂം എടുത്ത് നിൽക്കുക. ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിന്ന് വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ഭാഷ അറിയാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. കുറച്ച് പൈസയൊക്കെ ആ വഴിക്ക് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ട്രാവലിൻ്റെ ഭാഗമാണ്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, അതൊക്കെ ട്രാവലിൻ്റെ ഭാഗമാണ്. അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സീനില്ല. ടൈമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ട്രെയിനേക്കാൾ നല്ലത് ബസ് തന്നെയാണ്. നമ്മളിത് ഷില്ലറ്റിലെത്തിയ സമയം 1 മണിയാവുന്നുള്ളൂ കേട്ടോ. ട്രെയിനിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 6:30 ധാക്കയിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ ഇവിടെ എത്തുമ്പോൾ 1:30 ആവും. നമ്മൾ അതിന് മുന്നേ എത്തി ബസ്സിന് വന്നിട്ട്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് പോകുന്നപ്പോൾ ഇപ്പോൾ ടൗണിൻ്റെ വേറെ ഏതൊക്കെയോ ഭാഗങ്ങളാണെങ്കിൽ ഓരോ ഭാഗത്ത് നിർത്തി ആൾക്കാരെ ഇറക്കിയാണ് പോകുന്നത്. നമുക്ക് ലാസ്റ്റ് മെയിൻ ടൗണിൽ പോയി ഇറങ്ങാം. ധാക്കയിലുള്ള ആ ഒരു കാലാവസ്ഥയല്ല കേട്ടോ. ഇങ്ങോട്ട് കൈയൊക്കെ മൂടിക്കെട്ടി ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ ബസ്സിൻ്റെ ഓഫീസുകളാണ്. ഈ പ്രൈവറ്റ് ബസ്സുകൾ പോകുന്ന ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ബസ്, യൂണീക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഷില്ലറ്റിലെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ എവിടെയോ ആണുള്ളത്. ഇഷ്ടം പോലെ ബസ്സുകൾ കിടക്കുന്ന കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യണം. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് 1000 ടാക്കൊക്കെ നല്ല റൂമുകൾ കിട്ടാണ്ട്. അപ്പോൾ ചെറിയ പൈസയ്ക്ക് കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം, തപ്പി നോക്കാം, എവിടെയെങ്കിലും റൂം കണ്ടുപിടിച്ച് പോകണം. സമയം എന്തായാലും 1 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ടൈമുണ്ട്. അപ്പുറത്ത് കാണുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടോ, അതാണ് ഷില്ലറ്റിലെ ബസ് സ്റ്റാൻഡ്. അതുപോലെ ഇത് പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പുറത്ത് കിടക്കാൻ നല്ല പാടാട്ടോ. നടന്ന് തന്നെ വരാൻ തന്നെ വഴിയില്ല, മൊത്തം ബ്ലോക്കായി കിടക്കുകയാണ്. അതുപോലെ നമ്മൾ ബസ് ഇറങ്ങിയ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഷില്ലറ്റ് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളെല്ലാം. ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനും ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഒരു 100-400 മീറ്റർ നടന്നു കഴിയുമ്പോൾ നമുക്കിത് ഇവിടുന്ന് അങ്ങോട്ട് കടകളും കാര്യങ്ങളും ബിൽഡിങ്ങെല്ലാം ഉണ്ട്. ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് അങ്ങോട്ടോട്ടോ ഉള്ളത്. റൂം പ്രൈസ് 300 টাকা मेरे को चाहिए 2 दिन 500 টাকা। हाँ 2 দিনে 600 টাকা। 600 টাকা। हाँ 2 दिन। হ্যাঁ 2 দিন। हाँ থাকবেন? हाँ এন্ট্রি করতে হবে, একটু বসেন।
അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ കയറി. ഇവിടെ ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ദിവസത്തേക്ക് 300 ടാക്കയാണ്. 300 2 ദിവസം എന്തായാലും നമുക്ക് നിൽക്കണം. 600 ടാക്കയാണ്. ഞാൻ ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ കയറി. കുഴപ്പമില്ല, ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടിയിട്ട്. ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ ഏകദേശം $10 കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 800 രൂപ 800 ടാക്കേൻ്റെ ഒക്കെ അടുത്ത് വരും. അപ്പോൾ എന്തായാലും നമുക്ക് 300 രൂപ കിട്ടി. ബഡ്ജറ്റബിളാണ്. പിന്നെ കണ്ടിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. റിസപ്ഷനൊക്കെ കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണെന്ന് തോന്നുന്നുണ്ട്. സിംഗിള് അപ്പോൾ സാധാ ഹോട്ടലുകൾ തപ്പിപ്പിടിച്ച് പോകുന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസയൊക്കെ ഉള്ളൂ. ഇവിടെ ബംഗ്ലാദേശിൽ മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് 300 ടാക്കൊക്കെയാണ് ഈ ഒരു റൂം കിട്ടിയത്. നമ്മളിവിടെ പോയാൽ ഇങ്ങനത്തെ ഏരിയ തന്നെ എത്തുള്ളൂ കറങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ചെറിയ റൂമുണ്ട്, അതുപോലെ TV ഉണ്ട്, വൈഫൈ ഉണ്ട്. ഇതൊക്കെ കേട്ടോ 300 ടാക്കൊക്കെയാണ്. ഇതെല്ലാം TV ഉള്ള റൂം, വൈഫൈ ഉണ്ട്. അതേപോലെ തന്നെ ടോയ്ലറ്റൊക്കെ പിന്നെ സാധാ ടോയ്ലറ്റ് ആയിരിക്കും. ഒരു കുഞ്ഞു ടോയ്ലറ്റ് ആട്ടോ, ചെറിയൊരു ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ബസ്സിലിരുന്ന് നല്ല ഉറക്കം ഉറങ്ങി എന്തായാലും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് വീഡിയോ കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ വൈകുന്നേരം ഇറങ്ങിയിട്ട് ഷില്ലറ്റിലേക്ക് ഒന്ന് പോയി. നമ്മൾ സിറ്റിക്ക് ഉള്ളിലേക്ക് കയറുന്നില്ല. ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റൂം എടുത്തത്. അതിൻ്റെ കാര്യം കൊണ്ട് ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഇവിടെ റൂം എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ചോദിച്ചു. പാസ്പോർട്ടിൻ്റെ നമ്പറൊക്കെ വാങ്ങി, അതേപോലെ തന്നെ ഫോട്ടോ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബിസ്മില്ല ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പേര്. റെസ്റ്റോറൻറ്റ് താഴെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഉള്ള അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവർ ഫോമിൽ എഴുതിയെടുത്തു. അത് ഞാൻ പറഞ്ഞു കൊടുത്തത് ബംഗാളിയിൽ അവർ എഴുതിയെടുക്കാൻ കുറേ നേരം എടുത്തു. എന്തായാലും സീനൊന്നുമില്ല. ഷില്ലറ്റിലെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ റൂമിൻ്റെ അടിയിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ അലക്കിയിട്ട് പുറത്ത് നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടോ. ഞാൻ ഇന്നലെ കഴിച്ച പോലെ ഇന്നും ബിരിയാണി തന്നെയാണ്. ബിരിയാണി ഉണ്ട്. ഇവിടെ നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നെങ്കിൽ ചിക്കനോ ബീഫോ ആയിരിക്കും. അല്ലാണ്ട് ഇവിടെ വെജ് ബിരിയാണി ഒന്നും അങ്ങനെയൊന്നും ഇല്ല. ഇതിപ്പോൾ ചിക്കനാട്ടോ. ഞാൻ എന്ത് വേണമെന്നൊന്നും പറഞ്ഞാൽ കരുതി ബീഫായിരിക്കും കിട്ടുകയെന്ന് വെച്ച്. അതുപോലെ കുറച്ച് കറിയുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ല. അടിപൊളി ബിരിയാണിയാണ് എല്ലാ കടയിലും കിട്ടുക. ഞാൻ തന്നെ കഴിക്കട്ടെ. മഴയൊക്കെ കഴിഞ്ഞത് വൈകുന്നേരം ആയപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ ഇറങ്ങി. നമ്മളിപ്പോൾ പോകുന്ന ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഉള്ളിലേക്കുള്ള റോഡാണ്. ഷില്ലറ്റ് ടൗണിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. പലതരത്തിലുള്ള മാങ്ങയൊക്കെ നമ്മൾ ധാക്കയിൽ നിന്നും കണ്ടതുണ്ടോ. വലിയ മാങ്ങയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഷില്ലറ്റ് ടൗണിലേക്ക് കയറാൻ ഇവിടെ ഒരു വലിയ കവാടം കാണാം. നമ്മളൊരു നദി ക്രോസ് ചെയ്യണം. ഈ പാലത്തിലെ തിരക്കുണ്ടോ നിങ്ങൾ? 2 സൈഡും മൊത്തം ആൾക്കാരാണ്. വലിയൊരു കവാടം. ഒരു നദി നമ്മൾ ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് കയറണം കേട്ടോ. പുഴയിൽ നിന്ന് മീനെ പിടിക്കുന്ന കാണാം. മഴയൊക്കെ ആയിട്ട് നല്ല കലങ്ങിയ വെള്ളമാണ്. വല പൊക്കുന്നുണ്ട്. മീനുണ്ടോ നോക്കാം. അതുപോലെ ഇതുണ്ട്, അതൊരു ഇരുമ്പ് പാലം കേട്ടോ. ഇതിലെ ഓട്ടോറിക്ഷയും ബൈക്കും അതുപോലെ സൈക്കിൾ റിക്ഷകളും മാത്രമേ പോവുള്ളൂ. മെയിൻ വണ്ടികൾക്ക് പോകുന്നത് അങ്ങ് താഴെ വേറൊരു വലിയ പാലം കാണാം. അതിലായിരിക്കും വലിയ വണ്ടികളൊക്കെ പോകുന്നത്. ഈ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് താഴ്ഭാഗത്തുണ്ടോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ. ഇവിടെ ഒരു ക്ലോക്ക് ടവർ കാണാം. ഇതൊരു ടൗണിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു സ്ഥലം. ഈ നദീൻ്റെ കരയ്ക്കൊക്കെ വന്ന ആൾക്കാർക്ക് നിന്ന് ചില്ല് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു ചെറിയ സ്ഥലമാണ്. അപ്പോൾ ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ അങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വന്ന് ഈവനിങ് വന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അത് വലിയൊരു ബംഗ്ലാവ് കാണാം. ഗവൺമെൻറ്റിൻ്റെ എന്തോ സ്ഥാപനങ്ങളാണ് കാണുന്നത്. അപ്പുറത്തെ സൈഡിലെ പോലെ ഇപ്പുറത്തും മാർക്കറ്റാണ്. ഇതേ പാലത്തേലൊക്കെ ആൾക്കാർ സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കുന്ന കാണാം. ഇത് ഇപ്പുറത്തെ ഭാഗത്തും നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഒരു വലിയ കവാടമുണ്ട്. പാലത്തേലെ തിരക്കുണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകാനാണ് ആൾക്കാർ കൂടുതലുണ്ടോ. ഒരു പഴയ ഒരു ക്ലോക്ക് ടവറാണ്. 2 മുഖമാണുള്ളത്. സമയം 4:29. ക്ലോക്ക് വർക്കിംഗ് ആട്ടോ, ഓടുന്ന ക്ലോക്ക് ആട്ടോ. നമ്മൾ ആ ഇരുമ്പ് പാലത്തിൻ്റെ താഴ്ഭാഗത്തെത്തി. ഇവിടെ ഈ താഴ്ഭാഗത്ത് ഈ ഒരു ഏരിയക്ക് പറയുന്നത് ഡാൻസിങ് സ്ക്വയർ എന്നാണ്. ഇത് ഈ ഒരു പാലത്തിനിടയിൽ അതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്ന നോക്ക്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. നല്ല കാറ്റുണ്ടാവും. ബംഗ്ലാദേശിലെ ചെറിയ ടിപ്പർ ലോറികൾ നോക്കിയേ ഇതാട്ടോ. അല്ലാണ്ട് വലിയ ലോറികൾ വേറെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ചരക്ക് നീക്കോ മാറ്റോ എന്തെങ്കിലും ഉണ്ടാവും. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ കൊണ്ടു നിൽക്കുന്നത് കാണാം. ഒരു മാർക്കറ്റ് ഏരിയ ആണ്. ഇതൊക്കെ ഈവനിങ് ടൈമിൽ ഓൺ ആവുന്നുണ്ട്. ഇഷ്ടംപോലെ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡ് കടകൾ കാണാം ഉന്തുവണ്ടിയിൽ. അതുപോലെ നമുക്ക് ഇരിക്കാൻ വേണ്ടി നോക്കി നദീൻ്റെ കരയ്ക്ക് ഇവരിങ്ങനെ ഓരോ അമ്പറിലൊക്കെ വെച്ചിട്ട് ഇരിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിനാണ് ഷില്ലറ്റിലെ ഡാൻസിങ് സ്ക്വയർ എന്ന് പറയപ്പെടുന്നത്. അതെന്താണെന്ന് അറിയത്തില്ല. ഇവിടെ അതേപോലെ ഒരു സാധനമുണ്ട്. ഇവിടെ ഇങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിനാണ് ഡാൻസിങ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിന്.
അപ്പോൾ ഈ കാണുന്നതാണ് സുർമ എന്ന് പറയുന്ന നദിയാണ്. നല്ല കലങ്ങിയ വെള്ളമാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വന്നതൊക്കെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. ആ ഭാഗത്തൊക്കെ ഒരു ചേരി പ്രദേശം കേട്ടോ. ഇതിനകത്തൊക്കെ ആൾക്കാർ, ഈ വെള്ളത്തിലും ആൾക്കാർ കുളിക്കുന്നു, അലക്കുന്നു, പാത്രം കഴുകുന്നൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. ഇതിനകത്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോണി സൗകര്യമുണ്ട്. ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. നമ്മൾ ധാക്കയിൽ കണ്ട പോലെ തന്നെ ആ സൈഡിലും ഈ സൈഡിലൊക്കെ ആൾക്കാർ ക്രോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നദീൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഷിലെറ്റ് എന്ന് പറയുന്ന നഗരം ഉള്ളത്. ഷിലെറ്റ് നഗരം ഇതിനുള്ളിലാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല, കാരണം നമുക്ക് സിറ്റി വേണ്ട. ഓൾറെഡി നമ്മൾ ധാക്കയിൽ നമുക്ക് നല്ലപോലെ സിറ്റി ലൈഫ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഉള്ളിലോട്ട് പോകാണ്ട് പുറത്ത് ബസ് ഇറങ്ങിയ ഭാഗത്ത് തന്നെ നമ്മൾ റൂം കാര്യങ്ങളെല്ലാം എടുത്തത്. ബംഗ്ലാദേശിലെ 4ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ഷിലെറ്റ് എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഷിലെറ്റാണ് മെയിനായിട്ട് തേയില ഉൽപ്പാദനം ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ ഷിലെറ്റിലാട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് വരും വീഡിയോയിൽ കാണാം. നമ്മൾ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ധാക്കയിൽ നിന്നും ഏകദേശം 250 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. ബസ്സിന് വരാൻ നമുക്ക് 570 ടാക്കയാണ്. ട്രെയിനാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 300 ചില്ലുവാനം ടാക്കയാണ് വരിക. ട്രെയിൻ മാർഗവും ബസ് മാർഗവും നമുക്ക് ധാക്കയിൽ ഇങ്ങോട്ട് കണക്ടിവിറ്റി ഉണ്ട്. ഏതായാലും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ട്രെയിനുകളൊക്കെ ഒന്നെങ്കിൽ സിംഗിൾ ലൈന് അല്ലെങ്കിൽ വളഞ്ഞു കുളഞ്ഞൊക്കെയാണ് വഴികൾ കിടക്കുന്നത്, റെയിൽവേ ലൈൻ കിടക്കുന്നത്. അതുകൊണ്ടായിരിക്കും ട്രെയിന് കൂടുതൽ സമയം എടുക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ട്രെയിൻ എത്തുന്നതിനേക്കാൾ നേരത്തെ കുറഞ്ഞ ടൈം കൊണ്ട് നമ്മൾ ബസ്സിന് നമ്മൾ ഷിലെറ്റിലെത്തി. അപ്പോൾ എന്തായാലും പാലത്തിൽ തിരക്ക് കൂടുന്നതിന് മുന്നേ നമുക്ക് തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാം. ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ ഷിലെറ്റിലേക്ക് വന്ന മെയിൻ കാര്യം നാളെ കാണാൻ കേട്ടോ. ഒരു വ്യത്യസ്തമായ കാഴ്ചയുണ്ട്. വ്യത്യസ്തമല്ല, ഞാൻ കാണിച്ചിട്ടുള്ള കാഴ്ച തന്നെയാണ്. അത് നമുക്ക് നാളെ കാണാം. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഒരു 1.5 മണിക്കൂറൂടെ ഉള്ളിലേക്ക് ട്രാവൽ ചെയ്താൽ നമുക്കൊരു സ്ഥലത്തെത്താൻ പറ്റും. നമ്മൾ നാളെ അവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് പ്ലാന്. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയായിരുന്നു. വേറെ പ്രത്യേകിച്ച് കാഴ്ചയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിൽ വന്നു കഴിഞ്ഞാൽ ധാക്കയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഷിലെറ്റാണ്. ഉള്ളിലേക്കൊക്കെ പോയ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഇവിടെ ഉള്ളവർ പോകുന്ന എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലൊന്നും നമ്മൾ പോകുന്നില്ല. കാരണം ചെറിയ ചെറിയ പുഴകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ടാണ്. പക്ഷേ നമുക്കതൊന്നും വേണ്ട. നമുക്ക് കുറച്ച് മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ മതി. വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും മറക്കാണ്ട് അടുത്ത വീഡിയോ കാണണം. അടുത്ത വീഡിയോ എന്തായാലും ഒരു സംഭവമായിരിക്കും. എനിക്ക് അവിടെ പോകണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും മറക്കാണ്ട് അടുത്ത വീഡിയോ കാണാൻ കേട്ടോ.